ഹലോ, ഗുഡ് മോർണിംഗ്. ഇവിടെ പോർട്ട് മേയറിലെ മോർണിംഗ് ആണ് കാണുന്നത്. രാവിലെ 6:15 ടൈമാണിത്. ഇവിടെ 5:15 നേരം വെളുക്കും. ഇന്നലെ ഈവനിങ് നമ്മളിവിടെ ഫുള്ള് കറങ്ങിയായിരുന്നു. നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ പോർട്ട് മേയർ. ഈവനിങ് ഒക്കെ കറങ്ങാൻ നല്ല സ്ഥലമാണ്. ഇവിടെ കുറച്ച് ഫിഷിൻ്റെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പോർട്ട് ബ്ലെയറിൽ കുഴപ്പമില്ല ഫിഷിങ്. കുറേയൊക്കെ ഫ്രൈഡാണ്. കുറച്ച് നേരമൊരു ലോബ്സ്റ്ററൊക്കെ കണ്ടിരുന്നു ഇവിടെ. നല്ലതായിരുന്നു. ബാക്കി അങ്ങനെ ഒരുപാട് ഫിഷ് വെറൈറ്റീസ് ഇവിടെ കണ്ടില്ല. കുറച്ചൊക്കെ ഉണ്ടല്ലോ. ഇനി ഹാവ്ലോക്കിലും മറ്റിവിടെയൊക്കെ പോകുന്നുണ്ട്. നല്ല വിചാരിക്കണം. നല്ല മോർണിംഗ് പെട്ടെന്ന് നേരം വെളുക്കിട്ട് ഇവിടെ. നമ്മുടെ പ്ലാനിങ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ 5:15 ഇവിടെ നേരം വെളുക്കുന്നുണ്ട്. അതൊക്കെ ഫുള്ള് സൂര്യൻ വന്നു 6:15 എത്തി. അതേമാതിരി ഇവിടെ 5:30 ആകുമ്പോഴത്തേക്കും ഇരുട്ടാവുകയും ചെയ്യും. അപ്പോൾ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. നമ്മുടെ ഇന്ന് രാവിലത്തെ ജേണി സ്റ്റാർട്ട് ചെയ്തു. നമ്മളിന്ന് ഹാവ്ലോക്കിലേക്കാണ്. നമ്മളിവിടെ നിന്ന് ഒരു ഫെറി വഴിയാണ് പോകുന്നത്. ഇച്ചിരി ലക്ഷറി ഫെറിയാണ്. ഒരാൾക്ക് 1700 രൂപ വെച്ചിട്ട് വരുന്നുണ്ട്. 1.5 മണിക്കൂറോളം ജേണി ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയാണ്. ഹാവ്ലോക്ക് എന്ന് പറഞ്ഞ ബീച്ചാണ്. അവിടെ നിന്ന് നൈൽ അങ്ങനെ ഹാവ്ലോക്കിൽ 2 ദിവസം സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. ഇവിടെ ഫെറിയിലോട്ട് പോകുന്നത് ഓട്ടോറിക്ഷയിലാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതിനകത്ത് അവിടെ ഓട്ടോറിക്ഷ ഭയങ്കര കോമൺ ആണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു വ്യൂ പോയിന്റിൽ വന്നാട്ടോ. നമ്മുടെ ഫെറി 11:30 ഇപ്പോൾ 10:30 ഒക്കെ നമ്മുടെ എൻട്രി. 10:10 മണി നമ്മുടെ എൻട്രി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ 8 മണിയാകുമ്പോൾ ഇറങ്ങി. നമ്മുടെ ഓട്ടോറിക്ഷ ചേട്ടൻ നമ്മളെ ഒരു വ്യൂ പോയിന്റിൽ കൊണ്ടുവന്നത്. കുറച്ച് സ്ഥലം കറങ്ങാൻ വെച്ചാൽ അധികം കോസ്റ്റ്ലി അല്ല. ഓട്ടോറിക്ഷയൊക്കെ ഇതിൽ കറങ്ങാം. അപ്പോൾ ഞങ്ങൾ വല്ല ഇവിടെ ഒരു വ്യൂ പോയിന്റ്. അതിൻ്റെ ബേക്ക് വശം പണ്ടത്തെ ഒരു 20 രൂപ നോട്ടിൽ ഉണ്ടായിരുന്നൊരു പിക്ചറാണ് ആ ബേക്ക് വശം കാണാൻ. ഒരു തിമിംഗലത്തിൻ്റെ സ്കെൽട്ടൻ വെച്ചിരിക്കുന്ന കേട്ടോ. എന്ത് വലിയ സ്കെൽട്ടനാക്കി. ഇതൊരു അക്വേറിയത്തിൽ നമ്മൾ വന്നതാണ്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ നൈസായിരിക്കും. ഉള്ളിൽ കയറി കണ്ടുകൊട്ടെ എങ്ങനെയുണ്ടെന്നുള്ള. കുറേ ഫിഷ് ഉണ്ട് കേട്ടോ. പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്. പിള്ളേർക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലേ. ഫുള്ള് ഫിഷിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന കേട്ടോ. കുറേ ഇവിടെയുള്ള വെറൈറ്റി ഫിഷസൊക്കെയാണ്. പിള്ളേർക്കൊക്കെ നല്ല എൻജോയബിൾ ആയിരിക്കും കേട്ടോ കാണാനൊക്കെ. ഇത് കുറേ പിന്നെ കോറൽസിൻ്റെയൊക്കെ കുറേ കിടപ്പുണ്ട് അതിനകത്ത്. കുറേ കോറൽസ് ഇവിടെയുള്ള കുറേ പവിഴപ്പുറ്റുകളുടെ വെറൈറ്റികളൊക്കെ കുറേ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫെറീൻ്റെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ഉള്ളിൽ കയറി. സെക്യൂരിറ്റി ചെക്കിനൊക്കെ ഉണ്ട് ഉള്ളിൽ. അവർ ഡീറ്റെയിലൊക്കെ നല്ല നോക്കിയിട്ടേ കയറ്റുള്ളൂ. 2 ഗേറ്റാണ്. ആദ്യത്തെ ഗേറ്റ് വഴി നമ്മൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കയറ്റുള്ളൂ. ഉള്ളിൽ വന്ന് അവർ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ ചെക്ക് ഇൻ കൗണ്ടർ ഉള്ളത്. ഉള്ളിൽ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിൽ നമുക്ക് കുറേ 11:30 നമ്മുടെ ഫെറി. അതുവരെ ആരും കൗണ്ടറിൽ വന്നിട്ടില്ല. ഇതാണ് 2 കൗണ്ടർ. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന മക്രൂസാണ്. അതിൻ്റെ കൗണ്ടറാണ്. തിരിച്ചു വരുമ്പോൾ ഇതിൽ വരാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നവോട്ടിക്ക. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും വിചാരിക്കണം. ഞാൻ ഇതിൻ്റെ കുറച്ച് റിവ്യൂ ഒക്കെ നോക്കിയിരുന്നു. ഫെറി പൊതുവേ നല്ല ലക്ഷറി ടൈപ്പ് ഫെറികളാണ് ഇവിടെ ഉള്ളത്. നല്ല ജേണി ആയിരിക്കും തോന്നുന്നു. എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയാൻ എങ്ങനെ ഉണ്ടാകുന്നുള്ളൂ. നമ്പർ 2 11:10 ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു. ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ഒരു സെക്യൂരിറ്റി ചെക്കൻ ഉണ്ട് കേട്ടോ. നമ്മൾ നോർമലി എയർപോർട്ടിൽ വല്ല ബാഗേജ് ചെക്കും എല്ലാ സെക്യൂരിറ്റി ചെക്കിനും കഴിഞ്ഞിട്ടാണ് ഉള്ളിൽ കയറ്റുള്ളൂ. നമ്മൾ ഷിപ്പിൻ്റെ അവിടെ വന്നാൽ കേട്ടോ. അതാണ് എൻട്രി. നല്ല അടിപൊളി ലക്ഷറി ടൈപ്പ് സാധനമാണ്. ഉള്ളിലോട്ട് കയറാൻ പോകണം. നല്ല ക്യൂ ഉണ്ട്. ഫെറി വന്നിറങ്ങിട്ടോ. വേറെ വന്നിറങ്ങിയെങ്കിൽ ഇവിടെ
ഹാവ്ലോക്ക് ഐലൻഡിലെത്തി. അപ്പോൾ ഞങ്ങൾ വണ്ടി റെൻ്റൽ എടുക്കാൻ വിചാരിച്ചു. ഇവിടെയാണ് നമുക്ക് അവിടെ നിന്ന് വരെ നമ്മുടെ കൂടെ ഓട്ടോയ്ക്ക് കൂട്ടിൻ്റെ ഒരു ചേട്ടായി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നമുക്ക് വണ്ടി ഇവിടുന്ന് റെഡിയാക്കി തന്നിട്ടുണ്ട്. ബൈക്ക് എടുക്കണോ കാർ എടുക്കണോ എന്നുള്ള പ്ലാനിലാണ്. വന്നിട്ട് നോക്കട്ടെ. ഞങ്ങളിപ്പോൾ ഷോപ്പിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ ഇവിടെ. പിന്നെ യാത്ര, ഫെറിയിലെ യാത്ര ഇച്ചിരി റിസ്ക്കാണ്. പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ ഛർദ്ദിക്കാനൊക്കെ വരും. ഇത് മാത്രമാണ്, ബാക്കി യാത്രയൊക്കെ നൈസാണ്. നമ്മൾ ഹാവ്ലോക്കിൽ നിന്ന് ഇവിടെ വണ്ടി സ്കൂട്ടർ റെൻ്റ് എടുത്തിരിക്കുക കേട്ടോ. ഒരു ദിവസത്തിന് 400 രൂപയാണ് വരുന്നത്. സ്കൂട്ടർ എടുത്തിട്ട് കറങ്ങാനുള്ള പ്ലാനാണ്. വണ്ടി ഇതാട്ടോ, ഈ വണ്ടിയാണ്. ഈ സ്കൂട്ടറിലാണ് നമ്മൾ പറഞ്ഞത്. പുള്ളീൻ്റെ അടുത്താണ് നമ്മൾ സെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലൈസൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. വണ്ടി കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസത്തേക്ക് 400 രൂപ. പെട്രോളിനൊക്കെ ഇവിടെ 98 രൂപയ്ക്കാണ് റേറ്റ് ഉള്ളത്. നമുക്കിപ്പോൾ വണ്ടി എടുക്കുന്നതിൻ്റെ കൂടെ ഒരു 2000 റുപ്പീസും കൂടെ ഉണ്ട് കേട്ടോ. 2000 രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്. 400 രൂപ പെർ ഡേ ചാർജാണ്. ഡെപ്പോസിറ്റ് നമുക്ക് വണ്ടിക്കൊന്നും ഡാമേജ് ഒന്നും വന്നില്ലെങ്കിൽ നമ്മൾ കൊടുത്ത എമൗണ്ട് തിരിച്ച് കിട്ടും. ഇത് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണ്. ഇന്ന് ഓവർനൈറ്റ് സ്റ്റേ ഇവിടെയാണ്. അത്യാവശ്യം ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഇതിലും ഫ്രണ്ട്ലി ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വേറെ ഹോട്ടൽസ് ഉണ്ട്. പിന്നെ ഞാൻ ഇന്ന് മാത്രം ഒരു ഇച്ചിരി കോസ്റ്റ്ലി നോക്കിയാണ് നമ്മുടെ റൂം. വെച്ച് തരാൻ പേടിക്കണ്ട. നമ്മുടെ ഹാവ്ലോക്കിലുള്ള രാധാനഗർ എന്ന് പറഞ്ഞ ബീച്ചിലാണ് കേട്ടോ. അവിടെ വന്ന് ഇറങ്ങിയിട്ടുള്ളൂ. നല്ല അടിപൊളി വെള്ളമാണ്. ഇറങ്ങി ചാടാൻ വേണ്ടിയൊക്കെയാണ്. നല്ല ക്ലൈമറ്റാണ്. ചാടാൻ പറ്റിയ അവസ്ഥയാണ്. എവിടെ പേടിയില്ലടാ. എന്തിനാ അവിടെ നോക്കണം, അവിടെ നോക്കണം. ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയാട്ടോ. എല്ലാവരും കൂടെയാണ്. കുട്ടി ഇവിടെ നോക്കണേ. കുട്ടി പെണ്ണേ ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. കുട്ടി പെണ്ണ് മണ്ണിൽ കളിയാണ്. ഈവനിങ് പൊളിയാട്ടോ. ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ സൺസെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവിടെ എത്തിയിട്ടുണ്ട് സൂര്യൻ. പക്ഷേ വരാൻ ഒരു 1.5 മണിക്കൂർ എടുക്കും. അതുവരെ ഞങ്ങൾ വല്ല വെള്ളത്തിലൊക്കെ ഒന്ന് ചാടിയിട്ട് വരാം. കുട്ടി ഇവിടെ നോക്കണേ, ഇവിടെ നോക്കണേ. ഈവനിങ് അടിപൊളിയാട്ടോ. ചെക്കനൊക്കെ ചാടി കുളിച്ച് ഇതായിരിക്കണതാണ്. ചാടാൻ ആക്രാന്തം മുതിരിക്കുക. കുട്ടിയാണെങ്കിൽ ഫുൾ ഒച്ചപ്പാടും. അടിപൊളിയാട്ടോ. സൺസെറ്റൊക്കെ പൊളിയാണ്. നല്ല വൃത്തിയുള്ള ബീച്ചാണ്. ചാടാൻ നല്ല രസം. വൃത്തിയുള്ളവരുടെ ഇഷ്ടം വരെ. ആൾക്കാരെല്ലാം ചവറ് പറയാം. വെള്ളത്തിൻ്റെ ഒരു കളർ തന്നെ ഉണ്ടല്ലേ.